എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോ ആ കടയിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ മുന്തിരി അവിടെ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മുന്തിരിയോട് ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. എന്നിട്ട് ആ മുത്തപ്പനെ പറ്റി തിരക്കുകയാണ്. എന്നാൽ ആ മുത്തശ്ശൻ അസുഖം കൂടിയിട്ട് ഏതോ ഒരു വലിയ ഹോസ്പിറ്റലിലോട്ട് മാറ്റി. എന്നാൽ ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ മുത്തപ്പൻ മരിച്ചുപോയി. ഈ കാര്യം ഹീറോനോട് അവിടുത്തെ നേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുമ്പോൾ തന്നെ അവന്റെ വാച്ചിൽ നിന്ന് അലാറം അടിക്കുകയാണ്. അതായത് ട്രെയിൻ വരാൻ സമയമായിട്ടുണ്ട്. ഇതിനുശേഷം ഹീറോയും മുന്തിരിയും കൂടെ സ്വർഗത്തിൽ കൂടെ നടന്നു പോവാണ്. ആ സമയം ഹീറോ ചോദിക്കുന്നുണ്ട്, നീ അവിടെ എന്ത് കണ്ടാണ് അങ്ങനെ നോക്കി നിന്നേന്ന്. അപ്പൊ അവള് പറയും, ഞാൻ സ്വപ്നത്തിൽ കാണുന്ന ഒരു ലേഡിയുടെ ടീഷർട്ട് അവിടെ നടന്നു പോകുന്ന ഒരാൾ ഇട്ടോണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു, അതാണ് ഞാൻ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിന്നേന്ന്. ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു മഴവില്ല് വരുന്നുണ്ട്. ആ മഴവില്ലിൽ കൂടെ തന്നെ ഭൂമിയിൽ മരിച്ചുപോയ നായ്ക്കള് സ്വർഗത്തിലോട്ട് വരുന്നുണ്ട്. ഇത് അവര് അത്ഭുതത്തോടെ നോക്കി നിൽക്കാണ്. മുന്തിരി ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അടുത്ത സീനിൽ നമ്മുടെ പട്ടിക്കുട്ടന്മാരെ കാണിക്കുകയാണ്. അവന്മാരാണ് സ്വർഗത്തിലോട്ട് വന്ന നായ്ക്കളുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവര് സ്വർഗത്തിൽ വന്നിട്ട് കുറെ ആയതുകൊണ്ട് ഇവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇവര് വേണം ഈ പട്ടിക്കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ആ റൂമിൽ തന്നെ വേറെ കുറെ പട്ടിക്കുട്ടികളുണ്ട്. ഒരു 3 തെരുവ് നായ്ക്കളുണ്ട്. അവര് പേടിച്ച് മാറി നിൽക്കുകയാണ് ഈ പട്ടികളൊക്കെ കാണുമ്പോഴേ. കാരണം തെരുവ് നായ്ക്കളായതുകൊണ്ട് ആൾക്കാരെ അവന്മാരെ ഉപദ്രവിക്കും. അതുകൊണ്ടാണ് മുറിവിക്കൊണ്ട് മാറി നിൽക്കുന്നത്. അതുപോലെ അതിനകത്തൊരു സുന്ദരിയായിട്ടുള്ള പട്ടിക്കുട്ടിയുണ്ട്. ആ പട്ടിക്കുട്ടിയെ ഭൂമിയിൽ അതിന്റെ യജമാനൻ നന്നായിട്ടാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്രയും ഭംഗിയോടെ ഇരിക്കുന്നത്. ഇത് ദേശീയക്കാരൻ പട്ടിക്കുട്ടി അവന്റെ ടീംസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു പട്ടിക്കുട്ടി ഡോറ് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. കാരണം ആ പട്ടിക്കുട്ടിയുടെ യജമാനൻ ജോലിക്ക് പോകും. അങ്ങനെ ജോലിക്ക് പോയ യജമാനനെ കാത്തു നിൽക്കുകയാണ്. യജമാനൻ എപ്പം വരുമെന്ന് നോക്കിയിട്ട്. അതിന്റെ ട്രോമ ആ പട്ടിക്കുട്ടിക്കുണ്ട്. ഈ കാര്യവും ദേശീയക്കാരൻ പട്ടിക്കുട്ടി അവന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവന്റെ ടീംസില്ലേ ആ 2 പേര്, അവന്മാർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് അവന്മാര് എല്ലാ പട്ടിക്കുട്ടികളെയും വിളിച്ചുകൊണ്ട് സ്വർഗത്തിലെ ഓരോ കാര്യങ്ങൾ ചുറ്റിക്കാണുകയാണ്. ആദ്യമായിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട്. അതൊരു തെറാപ്പി സെന്റർ ആണ്. ചില പട്ടികൾ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് പോകത്തില്ലേ, അതുകൊണ്ട് തന്നെ ചെരുപ്പ് എടുക്കാതിരിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണത്. അതുപോലെ തന്നെ വേറൊരു പട്ടിക്കുട്ടിക്ക് ചില വെകിളിത്തരമുണ്ട്. അതായത് മനുഷ്യനെ കാണുമ്പോൾ ഇവറ്റകൾ സ്നേഹം കാണിക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ ആ വെകിളിത്തരം മാറ്റാനായിട്ട് ആ സ്ഥലം ട്രെയിൻ ചെയ്യും. അങ്ങനെ ഓരോ നായ്ക്കും ഓരോ പ്രശ്നങ്ങൾ കാണത്തില്ലേ, ആ പ്രശ്നങ്ങളെല്ലാം ഇവിടെ മാറ്റും. അതിനുശേഷം ഈ നായ്ക്കളെ എല്ലാരെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ടീംസ് വരുന്നത് വേറൊരു തെറാപ്പി നടത്തുന്ന സ്ഥലത്താണ്. അവിടെ എന്ന് വെച്ചാല് പട്ടികളുടെ പേടി മാറ്റുന്ന സ്ഥലമാണ്. ഭൂമിയിലുള്ള സമയത്ത് പട്ടികളെ അതും ഇതും വെച്ച് ആൾക്കാർ എറിഞ്ഞു കാണുമല്ലോ, അതെല്ലാം ഫ്രണ്ടിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അതിനെല്ലാം നോക്കി നോക്കി അതിനോടുള്ള പേടി മാറ്റും. അങ്ങനെ ഒരു തെറാപ്പി ചെയ്യുന്ന സ്ഥലം. ആ സ്ഥലത്ത് ഒരു പട്ടിക്കുട്ടി അതിന്റെ പേടി മാറിയെന്ന് എണീറ്റ് നിന്ന് ഒരു ബുക്ക് നോക്കി വായിക്കുകയാണ്. ആ പട്ടിക്കുട്ടിയുടെ പേടി എന്ന് വെച്ചാല് ചെറിയ ചെറിയ കല്ലുകളാണ് റോഡിൽ കിടക്കുന്നത്. ആൾക്കാർ ഈ പട്ടിക്കുട്ടികളെ കല്ല് വെച്ച് എറിയാറുണ്ട്. ആ കല്ലിനെ ഇനി ഞാൻ പേടിക്കത്തില്ലെന്നാണ് ആ ബുക്കിൽ എഴുതി എല്ലാരോടും പറയുന്നത്. ഇത് കേൾക്കുമ്പം എല്ലാരും ആ പട്ടിക്കുട്ടിക്ക് വേണ്ടി കൈയടിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ പട്ടിക്കുട്ടി അതിന്റെ പേടി വായിക്കാൻ തുടങ്ങുകയാണ്. ആ പട്ടിക്കുട്ടി പേടിച്ചോണ്ടിരുന്നത് വഴിയിൽ കുടിയന്മാര് ഈ പട്ടികളെ ഉപദ്രവിക്കുമായിരുന്നു. ഇനി തൊട്ട് ഞാൻ ആ കുടിയന്മാരെ പേടിക്കത്തില്ല, കാരണം സ്വർഗത്തിൽ കുടിയന്മാരില്ല എന്നാണ് അത് എഴുതി വെച്ച് എല്ലാരോടും വായിച്ച് കേൾപ്പിക്കുന്നത്. അതിനി കുടിയന്മാരെ പേടിക്കത്തില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാരും അതിനുവേണ്ടി കൈയടിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ പട്ടിക്കുട്ടി വായിക്കുകയാണ്. അതിന്റെ പേടിയല്ല, പക്ഷെ അതിന്റെ യജമാനൻ അതിനെ റോഡിൽ ഇറക്കി വിട്ട് അവസാനം ഈ പട്ടിക്കുട്ടി ഒരു ഡോക്ടർ എടുത്തോണ്ട് പോയി അതിനെ കൊന്നുകളയാണ് ചെയ്തത്. അതായത് ഇതിനെ ഇങ്ങനെ തെരുവിൽ വിടാൻ പറ്റത്തില്ല, ബാക്കിയുള്ള മനുഷ്യരെ ഇത് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ നാട്ടിലും കുറെ അധികം പട്ടികളില്ലേ കുട്ടികളെയൊക്കെ കടിക്കാൻ ഓടിക്കുന്നത്. ബാക്കിയുള്ള നാട്ടിലേക്ക് ഇതിനെയൊക്കെ പിടിച്ചോണ്ടുപോയി കൊന്നുകളയും. എന്നാലും നമ്മുടെ നാട്ടില് പട്ടിക്കാണ് വില കൂടുതൽ, കുട്ടികൾക്കല്ല. അതുകൊണ്ട് ഇതിനെയൊന്നും ഒന്നും ചെയ്യത്തില്ല. എല്ലാ പട്ടികളും അല്ല, നല്ല പട്ടികളും ഉണ്ട്, ചീത്ത പട്ടികളും ഉണ്ട്. എന്നാലും ഇതിനെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് ഇതിന്റെ സ്വഭാവം മാറുന്നത്? കുട്ടികളെ ഉപദ്രവിക്കാറുണ്ട്. ഞാൻ തന്നെ പല വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഓടുന്നത് ജീവനും കൊണ്ട്. എന്തായാലും ഇതൊക്കെ ഒരു ജീവികളാണ്, പക്ഷേ എണ്ണം കൂടിയാലും പ്രശ്നമാണ്. കുറെ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും മറ്റേ പട്ടിയുടെ വിഷമങ്ങളില്ലേ, അതായത് അതിനെ കൊന്നു കളഞ്ഞെന്നുള്ള കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ദേശീയക്കാരൻ പട്ടിക്കുട്ടിക്ക് വിഷമം വരുന്നുണ്ട്. കാരണം അവനും ഇതങ്ങോട്ട് കൂട്ടി വായിക്കാൻ പറ്റുന്നുണ്ട്. അവനും ഇത് അനുഭവിച്ചതാണ്. അവനും ഒരു തെരുവ് നായായിരുന്നു. ആൾക്കാർ അവനെയും ദ്രോഹിക്കുമായിരുന്നു. ഇതെല്ലാം കൂടെ ആകുമ്പോൾ അവനും വിഷമം വരുന്നുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനില് ഹീറോയിൻ വീട്ടിൽ നിൽക്കുകയാണ്. പക്ഷെ ഹീറോയിന് അങ്ങോട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു അപകടം വരാനിരിക്കുന്നത് പോലെ. ഹൃദയമൊക്കെ ഇടുപ്പ് കൂടുകയാണ്. പക്ഷേ സ്വർഗത്തിൽ അസുഖങ്ങളൊന്നുമില്ല, ഹാർട്ട് അറ്റാക്ക് അങ്ങനെയൊന്നുമില്ല. എന്താന്ന് ഹീറോയിൻ അറിയത്തില്ല. ഈ കാര്യങ്ങളെല്ലാം മുടിയത്തിയോട് പറയാണ്. എന്നാൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് മുടിയത്തി നോക്കുമ്പോഴാണ് ഹീറോയിൻ ശ്രദ്ധിക്കുന്നത് മുടിയത്തി അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട്, അതായത് ഇത്രയും നാള് ആൺകുട്ടികളുടെ ഡ്രസ്സാണ് ഇട്ടോണ്ടിരുന്നത്, ഇപ്പൊ മാറ്റി പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എങ്ങോട്ടാ പോവാൻ നിൽക്കുകയാണ്. ഹീറോയിൻ എവിടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല, ഞാൻ ഇന്ന് താമസിച്ചേ വരത്തോളെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. നേരെ ചെല്ലുന്നത് ഒരു പാർക്കിലാണ്. ആ പാർക്കിൽ തന്നെ പ്രസിഡന്റ് ഇരിപ്പുണ്ട്. പ്രസിഡന്റിന്റെ അടുത്ത് ചെന്ന് പ്രസിഡന്റിനെ ഫ്ലർട്ട് ചെയ്യാണ്. അയ്യോ എന്ത് ക്യൂട്ടാന്ന് പറഞ്ഞിട്ട് കവിളിലൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും പ്രസിഡന്റ് ഇത് കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. പ്രസിഡന്റിനെയും പേടിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു
പറഞ്ഞുവിട്ട് മുടിയത്തി അവിടെ ഇരിക്കുമ്പോൾ ഒരു പേപ്പർ വന്ന് അവളുടെ കയ്യിൽ വരുന്നുണ്ട് പറഞ്ഞിട്ട്. ആ പേപ്പറിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രസിഡന്റ് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ കുറെ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അവൾക്ക് അപ്പോൾ ഒരു ഐഡിയ വരുന്നുണ്ട്, പ്രസിഡന്റിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പ്രസിഡന്റിനെ വളച്ചെടുക്കുക എന്നുള്ള കാര്യം. അന്ന് ആദ്യമായിട്ട് പ്രസിഡന്റിനെ കണ്ടപ്പോഴേ മുടിയെത്തിക്ക് പ്രസിഡന്റിനോട് ക്രഷ് അടിച്ച്. ചിലപ്പോൾ ആ ലൈറ്റ് കണ്ടിട്ടായിരിക്കണം തലയിലെ മണ്ടയിലുള്ളത്. എന്തായാലും ക്രഷ് അടിച്ചിട്ടുണ്ട്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പേപ്പർ എടുത്തുകൊണ്ട് നേരെ ചെല്ലുന്നത് ഹെവൻ സപ്പോർട്ട് സെന്ററിലാണ്. എന്നിട്ട് അവിടെ ഒപ്പിട്ട് കൊടുക്കുകയാണ് ക്ലാസ്സിൽ ചേരാനായിട്ട്. അവിടെ തന്നെ വേറെ പെൺകുട്ടികളും ഉണ്ട് പ്രസിഡന്റിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നത്. അവരും പറയുന്നത് പ്രസിഡന്റിനെ കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെയാണ്. ഇത് കേൾക്കുമ്പോൾ മുടിയത്തിക്ക് ഇഷ്ടപ്പെടത്തില്ല. മുടിയത്തി എല്ലാത്തിനെയും മിരട്ടുകയാണ്, മര്യാദയ്ക്ക് വേറെ ക്ലാസ്സിന് ചേർന്നെന്ന് പറഞ്ഞിട്ട്. മുടിയത്തിയുടെ വലിപ്പവും ശരീരവും എല്ലാം കൂടെ കണ്ടപ്പോൾ ബാക്കിയുള്ള പെൺകുട്ടികൾ അടി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ ക്ലാസ് എടുക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ ക്ലാസ്സാണ് ഇഷ്ടം, അതുകൊണ്ട് വേറെ ക്ലാസ്സിൽ ചേർന്നോളാന്നും പറഞ്ഞ് വേറെ ക്ലാസ്സിന് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നേരം നമ്മുടെ പട്ടിക്കുട്ടന്മാരെ കാണിക്കുകയാണ്. അവന്മാര് അടുത്ത റൂമിൽ വന്നിട്ടുണ്ട്. ആ റൂമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ യജമാനന്മാര് പട്ടിക്കുട്ടികളെ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോകത്തില്ലേ, ആ ഡ്രാമ മാറാനുള്ള പട്ടിക്കുട്ടികളാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ മിക്കി എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട്. ആ പട്ടിക്കുട്ടിയുടെ യജമാനത്തി ഇങ്ങനായിരുന്നു. ആ പട്ടിക്കുട്ടീനെ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോകും. ഈ പട്ടിക്കുട്ടി അവിടെ ഡോറ് കണ്ടപ്പോഴേ അതിന്റെ ഫ്രണ്ടിൽ പോയി അങ്ങനെ കാത്തിരിക്കുകയാണ് യജമാനത്തിനെ. ദേഷ്യക്കാരൻ പട്ടിക്കുട്ടി വന്ന് പറയുന്നുണ്ട്, നിന്റെ യജമാനത്തി ഇവിടെ ഇല്ല, ഇങ്ങനെ ഇരുന്നാലും വരത്തില്ല എന്ന്. എന്നാൽ അത് വരുമെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഈ പട്ടിക്കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ പട്ടിക്കുട്ടിക്ക് യജമാനത്തിയുടെ കൂടെ ഇരിക്കാനായിരുന്നു ഇഷ്ടം. യജമാനത്തി വീട്ടിലാക്കിയിട്ട് പോയാൽ ഈ പട്ടിക്ക് ഒരു മനസ്സമാധാനം ഇല്ലായിരുന്നു. പട്ടിക്കുട്ടിക്ക് ഇഷ്ടം മാസ്റ്ററിന്റെ കൂടെ സമയം ചെലവഴിക്കാനാണ്. എന്നാൽ മാസ്റ്റർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തിരക്കിലായിരിക്കും. ആ വിഷമത്തിലാണ് അവിടെ ഇരിക്കുന്നത്. എന്തായാലും മിക്കി പട്ടീനെ വിളിക്കാതെ ഇവര് വേറൊരു സ്ഥലത്ത് വരുവാണ്. ആ സ്ഥലത്ത് ഈ പട്ടിക്കുട്ടികൾക്കെല്ലാം ഓടിച്ചാടി നടക്കാം. അത് കഴിഞ്ഞ് ഒരു വാതിലിന്റെ അവിടെ വരുന്നുണ്ട്. അവിടെ തന്നെ ഒരു സ്റ്റാഫ് നിപ്പുണ്ട് വെള്ള ഡ്രസ് ഇട്ട്. അവര് പറഞ്ഞു കൊടുക്കുകയാണ് ആ വാതിൽ എന്താന്ന്. അതെന്ന് വെച്ചാൽ ഇനി ഇവർക്ക് ഭൂമിയിൽ ജനിക്കണമെങ്കിൽ ആ വാതിൽ വഴി അപ്പുറത്ത് പോയാൽ മതി. അങ്ങനെ പോകണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ഇവര് പോവാറായെന്ന് ഇവർക്ക് തോന്നണം. അതെങ്ങനെ തോന്നും? ഇവരുടെ ദേഹത്ത് ഒരു മിനുക്കം വരും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന നമ്മുടെ പട്ടിക്കുട്ടിയില്ലേ, അതായത് ദേശീയക്കാരൻ പട്ടിക്കുട്ടീന്റെ കൂടെ വേറൊരു പട്ടിക്കുട്ടിയുണ്ട്. നമുക്ക് മണ്ടു എന്ന് വിളിക്കാം. അവന്റെ പേര് മണ്ടു എന്നാണ് ഒറിജിനലായിട്ട്. അതായത് ഈ കേഡ്രാമിൽ അവന്റെ പേര് മണ്ടു എന്നാണ്. നമുക്ക് മണ്ടു എന്ന് തന്നെ വിളിക്കാം. മണ്ടുവിന്റെ ദേഹത്ത് നിന്ന് തിളക്കം വരാൻ തുടങ്ങി. അതായത് അവന് വീണ്ടും ഭൂമിയിൽ ജനിക്കാന്ന് അർഹതയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറെ നാള് ഇവര് ട്രെയിൻ ചെയ്ത് നല്ലൊരു മനസ്സിനുടമയായാൽ ഇവർക്ക് മനുഷ്യനായിട്ട് പുനർജനിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം അതിന് പറ്റത്തില്ല, കാരണം ഇവരൊന്നും അതിന് ട്രെയിൻ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ദേശീയക്കാരൻ പട്ടിക്കുട്ടിയുടെ ഒരു ഡൗട്ടായിരുന്നു. അത് നമ്മുടെ നേഴ്സ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ 3 പട്ടിക്കുട്ടികളൂടെ പ്രസിഡന്റിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. സ്വർഗം എന്ന് പറയുമ്പോൾ എന്നും അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് നിങ്ങളുടെ ട്രോമകളൊക്കെ മാറുന്നവരെ അവിടെ ജീവിച്ചിട്ട് വീണ്ടും പുനർജനിക്കണം. അതിനുള്ള സ്ഥലം മാത്രമാണ് സ്വർഗം. ആ പട്ടിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അതായത് മണ്ടു, എനിക്ക് എന്റെ കൂട്ടുകാരോട് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന്. എന്നാൽ പ്രസിഡന്റ് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. പുനർജനിക്കാറാകുമ്പോൾ ജനിക്കണം. പിന്നെ ഒരു ഫോമും ഉണ്ട്, ഏത് ബ്രീഡായിട്ട് ജനിക്കാം, ഏത് സ്ഥലത്ത് ജനിക്കാം, എത്ര പൈസ ഉള്ള വീട്ടിൽ ജനിക്കാം എന്നൊക്കെ ആ ഫോമിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റും. ആ പട്ടിക്കുട്ടി തീരുമാനിക്കുന്ന കണക്കായിരിക്കും അത് ഭൂമിയിൽ ജനിക്കുന്നത്. അതിന് വേണമെങ്കിൽ തെരുവ് നായായിട്ട് വേണമെങ്കിലും ജനിക്കാം. അതെല്ലാം ആ പട്ടിക്കുട്ടിയുടെ തീരുമാനമാണ്. ഈ കാര്യങ്ങളെല്ലാം പ്രസിഡന്റ് ആ പട്ടിക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഹീറോയിൻ വീട്ടിലിരിക്കുകയാണ്. അങ്ങോട്ട് ഹീറോ വന്നിട്ട് ഹീറോയിന് വയ്യെന്ന് ചോദിക്കുകയാണ്. കാരണം ഹീറോയിന് എന്തോ വയ്യായിക ഉണ്ട് കേട്ടോ, എന്തോ ടെൻഷൻ പോലെ ഉള്ളിൽ. അത് ഹീറോ നോക്കുകയാണ് പനിയാണോന്ന്. എന്നാൽ പനിയല്ല, പക്ഷെ സ്വർഗത്തിൽ വേറെ അസുഖങ്ങളൊന്നും വരത്തില്ല. എന്താന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ആ നേരം ടി-വിയിൽ ഒരു റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട്. അതായത് കല്യാണം കഴിക്കണ്ട, ഡിവോഴ്സ് പോണോന്ന് പറയുന്ന അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയും, പിന്നെ കല്യാണമൊക്കെ അടിപൊളിയാണ്, സ്നേഹമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പോവാണെങ്കിൽ കല്യാണം അടിപൊളിയാണ്, നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയാലും അടിപൊളിയാവുമെന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേറൊരാളും. ഇവര് തമ്മിൽ ഡിബേറ്റ് നടത്തുകയാണ്. ലാസ്റ്റ് അവർ ഡിബേറ്റ് നടത്തി ആ വിഷയത്തിൽ നമ്മുടെ ഹീറോയും ഹീറോയിന്റെ പേര് പറയുന്നുണ്ട്. അവര് ഭൂമിയിൽ 19 വർഷം ജീവിച്ചാണ്. എന്നിട്ട് സ്വർഗത്തിലും അവര് ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സൗന്ദര്യമല്ല അവിടെ ബാധകമാവുന്നത്, അവരുടെ ബോണ്ടാണ്, അതായത് അറ്റാച്ച്മെന്റ് ആണ്. പക്ഷെ സ്വർഗത്തിൽ ആകെ 0.5% ആൾക്കാർ മാത്രമേ ഭൂമിയിൽ കൂടെ ജീവിച്ചവരുമായിട്ട് ജീവിക്കാനായിട്ട് എഴുതി കൊടുക്കാറുള്ളൂ. ആ 0.5% വരുന്നതാണ് ഹീറോയും ഹീറോയിനും. അങ്ങനെ സ്നേഹം ഉണ്ടെന്ന് അവിടെ പ്രൂവ് ചെയ്യാണ് അദ്ദേഹം. നമ്മുടെ ഭൂമിയിലെ ഡിബേറ്റ് പോലല്ല. ഇവിടെ ഭൂമിയിലെ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളി, ലാസ്റ്റ് അടിയാവും. എന്നാൽ അവിടെ എല്ലാവരും ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയുന്ന കാര്യത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പം ആ ടി-വിയിലുള്ള സ്ത്രീ പറയാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ആ സ്ത്രീയുടെ അമ്മായിയമ്മ വീട്ടിൽ വരും, അതോടെ അവരുടെ സന്തോഷം പോവും, അവർ ഡിവോഴ്സ് ആവുമെന്ന്. ഇത് കണ്ട് ഹീറോയിൻ പേടിക്കുകയാണ്. ഹീറോയിന് മനസ്സിലായി ഈ ടി-വി എന്തായാലും അമ്മായിയമ്മ കാണും, അമ്മായിയമ്മ ഹീറോയിനെ തിരക്കി ഇവിടെ വരുമെന്നുള്ള കാര്യം. ഹീറോയിന്റെ അമ്മായിയമ്മ ഇവിടെ ഉണ്ട് സ്വർഗത്തിൽ. ഹീറോയിന്റെ അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ ഹീറോയിന്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ വീട്ടിന്റെ പുറത്തു പോയി അവിടുത്തെ ഈ അഡ്രസ്സൊക്കെ ഒട്ടിക്കുന്ന ബോർഡില്ലേ അതിനകത്ത് ഹീറോയിന്റെ
ഹീറോയിന്റെ പേര് വെട്ടിക്കളയാണ്. ഹീറോയിൻ സ്വർഗത്തിലില്ലാന്ന് അമ്മായിയമ്മയെ ധരിപ്പിക്കാനായിട്ട്. എന്നാൽ ഇതെല്ലാം കണ്ടോണ്ട് അമ്മായിയമ്മ പിറകിൽ നിൽപ്പുണ്ട്. അമ്മായിയമ്മ നീ എന്റെ മരുമോളാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ നിങ്ങളുടെ മരുമോളല്ല, എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഹീറോയിന്റെ മുഖം വെച്ച് തന്നെ കണ്ടുപിടിക്കുകയാണ് നീ എന്റെ മരുമോളാണെന്ന്. എനിക്കറിയാം നിങ്ങൾ എന്റെ അമ്മായിയമ്മയാണ് ലാസ്റ്റ് സമ്മതിച്ചു കൊടുക്കുകയാണ്. അതായത് ടിവിയിൽ വന്ന് ഹീറോയിന്റെ കാര്യം അത് കണ്ടിട്ടാണ് അമ്മായിയമ്മ ഇവിടെ വന്നേക്കുന്നത്. ഈ അമ്മായിയമ്മ ഇച്ചിരി ടെററാണ് കേട്ടോ. ഭൂമിയിലുള്ള സമയത്ത് ഹീറോയിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിന് പേടിയാണ് അമ്മായിയമ്മേനെ. അമ്മായിയമ്മ വീട്ടിൽ കയറി വന്ന് ഓരോ കാര്യങ്ങൾ നോക്കാണ്. ആദ്യം പോയി ബെഡ്റൂം നോക്കുന്നുണ്ട്, ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നുണ്ട്, പിന്നെ ഷോക്കേസിനകത്തിരിക്കുന്ന പ്ലേറ്റുകൾ നോക്കുന്നുണ്ട്. എന്തിനാണോ എന്തോ ഇതെല്ലാം നോക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. ഹീറോ വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന്. എനിക്കൊന്നും ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മായിയമ്മ അവിടെ നിന്ന് പോവുകയാണ്. അമ്മായിയമ്മ ചെറുപ്പമാണ്, അതായത് ഹീറോന്റെ അമ്മ. അമ്മായിയമ്മ പോയതിനു ശേഷം ഹീറോയിന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുകയാണ്. അവര് ഭയങ്കര ടെററാണ്, ഇതെന്റെ നിങ്ങളുടെ വീടല്ലേ, ഇവരെന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മായിയമ്മയുടെ കൂടെ ഹീറോയിൻ ആകെ 5 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ഹീറോന്റെ കൂടെ 10 വർഷം ജീവിച്ചിട്ടുണ്ട്. ആ 10 വർഷത്തിന്റെ പകുതിയാണ് അമ്മയുടെ കൂടെ ജീവിച്ചിട്ടുള്ളത്. ഹീറോ എണീറ്റ് നടന്ന് ഹീറോയിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയത് ഏകദേശം 10 വർഷമാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോ ആക്സിഡന്റിൽ പെട്ട് അവന്റെ കാല് സ്തംഭിച്ചു പോയി. അങ്ങനെയാണ് ബാക്കി 50 വർഷം ഹീറോയിൻ അവനെ നോക്കിയിട്ടുള്ളത്. ഹീറോയിന്റെ കൂടെ സന്തോഷമായിട്ട് 10 വർഷം ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ പകുതി അമ്മായിയമ്മ ഹീറോയിനെ ദ്രോഹിക്കുമായിരുന്നു. മനസ്സിലായോ? പിന്നീട് രാത്രിയാവുമ്പോൾ മുന്തിരി മറ്റേ ആളെ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നുണ്ട്. മറ്റേ പ്രിന്റ് ടീഷർട്ട് ഇട്ട ആളില്ലേ, അയാളെ കണ്ട് ഞെട്ടി എണീക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ നമ്മുടെ 3 പട്ടിക്കുട്ടികളൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. മണ്ടുവിനെ ഏത് ബ്രീഡാക്കി നാട്ടിലോട്ട് അയക്കണം എന്നുള്ള കാര്യം. അതിനകത്ത് ഡോബർമാൻ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു കാവൽ നായയല്ലേ. എല്ലാ സൗകര്യങ്ങളും കിട്ടും, പക്ഷെ കാവൽ നായയാണ്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ വീട്ടിലെ ഒരു നായയായിട്ട് പോവാം. ആദ്യമൊക്കെ ആ വീട്ടിൽ നല്ല സ്നേഹമായിരിക്കും. പിന്നീട് അവര് തമ്മിൽ എന്തെങ്കിലും ഫൈറ്റ് ആവുകയാണെങ്കിൽ ലാസ്റ്റ് പ്രശ്നമാവും. അല്ലെങ്കിൽ അവർക്കൊരു കുട്ടിയാവുകയാണെങ്കിൽ ഈ കുട്ടിയെ അലർജി വല്ലതും ഉണ്ടെങ്കിൽ ഈ പട്ടിയെ കൊണ്ട് കളയും. ഇവർക്ക് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഹീറോയും മുന്തിരിയും വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും മണ്ടുവിനെ എങ്ങോട്ടോ കൊണ്ടുപോകാൻ വിളിക്കുകയാണ്. മിക്കവാറും ഭൂമിയിലോട്ടായിരിക്കും. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഹീറോയിനെയും മുടിയത്തിനെയും കാണിക്കുകയാണ്. മുടിയത്തി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടോ പോവാൻ നിൽക്കുകയാണ്. ഇത് കാണുന്ന ഹീറോയിൻ ഉപദേശം കൊടുക്കുന്നുണ്ട്. നല്ല വീട്ടിലെ പയ്യനെ നോക്കി എടുക്കണം, അവന്റെ അമ്മേനെ പറ്റി തിരക്കണം, അമ്മ മോശമാണെങ്കിൽ അവനെ കളഞ്ഞേക്കണം, ലാസ്റ്റ് പ്രശ്നമാവും, അമ്മായിയമ്മ പോരാവോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഹീറോയിൻ ചർച്ചിലും നമ്മുടെ മുടിയെത്തി വേറെ എങ്ങോട്ടോ പോവുകയാണ്. എങ്ങോട്ടായിരിക്കും? ഹീറോയിൻ നേരെ ചെല്ലുന്നത് ചർച്ചിലല്ലേ. ചർച്ചിൽ ചെന്ന് നോക്കുമ്പോൾ പള്ളിയിലച്ഛന് പനി പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന് കഞ്ഞി ഉണ്ടാക്കുകയാണ്. എന്നാൽ ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള പരുവത്തിലാണ്. മറ്റേ ചോറ് മിക്സിയിലിട്ട് അടിച്ചാൽ എങ്ങനെ ഇരിക്കും അത് കണക്കാണ് ഉണ്ടാക്കുന്നത്. അത് കൊണ്ടുവന്ന് അവന് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവനെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല, കാരണം തൊണ്ടവേദന എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഞ്ഞി മാറ്റി വെച്ചിട്ട് ആപ്പിളാണ് കൊടുക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ചുരണ്ടി കൊടുക്കൂലേ, അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇതിനുശേഷം നമ്മുടെ മുടിയത്തിനെ കാണിക്കുകയാണ്. മുടിയത്തി നേരെ ചെന്നേക്കുന്നത് എവിടാന്നറിയാമോ? പ്രസിഡന്റിന്റെ റൂമിലാണ്. പ്രസിഡന്റ് ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞില്ലേ, അവിടാണ്. പ്രസിഡന്റ് ക്ലാസ് എടുക്കാനായിട്ട് കുട്ടികളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ആ റൂമിലോട്ട് ആകെ മുടിയത്തി മാത്രമേ കയറി വരുന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ മുടിയത്തി പറയും അവരൊന്നും വരത്തില്ല, അവരൊക്കെ വേറെ ക്ലാസ് എടുത്തെന്ന്. എന്തായാലും പ്രസിഡന്റ് ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയുന്നുണ്ട്. മുടിയത്തിയുടെ ഓരോ ഡൗട്ടുകളാണ്. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്നൊക്കെയാണ് ഡൗട്ട്. എന്തായാലും നമ്മുടെ പ്രസിഡന്റിന് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നിറങ്ങി ഓടുകയാണ്. മുടിയത്തിനെയും കളഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫ്ലർട്ട് ചെയ്യാണ്. ഇത് കഴിഞ്ഞ് ഭൂമിയിൽ മറ്റേ പിങ്കി ഇല്ലേ, പിങ്കിയാണോ മിക്കിയാണോ എനിക്കറിയില്ല, ഒരു പട്ടിക്കുട്ടി ഇല്ലേ ഡോറിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പട്ടിക്കുട്ടി. ആ പട്ടിക്കുട്ടിയുടെ മാസ്റ്റർ അവിടെ ഇരുന്ന് കരയാണ്. അവർക്ക് നല്ല വിഷമമുണ്ട്, കാരണം അവര് പണിക്ക് പോകുമ്പോൾ ഈ പട്ടിക്കുട്ടിയെ നോക്കാൻ അവർക്ക് സമയമില്ല. പക്ഷെ ആ പട്ടിക്കുട്ടി മരിച്ചുപോയി. അതിന്റെ വിഷമത്തിൽ അവിടെ ഇരുന്ന് കരയുമ്പോൾ നമ്മുടെ മണ്ടു അങ്ങോട്ട് ഓടിച്ചെല്ലാണ്. മണ്ടുവിന്റെ സെയിം ബ്രീഡാണ് ആ പട്ടിക്കുട്ടി. ആ പട്ടിക്കുട്ടിയെ കണ്ടതോടെ ആ സ്ത്രീ വിചാരിക്കുകയാണ് അത് അവരുടെ പട്ടിക്കുട്ടിയാണെന്ന്. അങ്ങനെ അതിനെ എടുത്തോണ്ട് നിൽക്കുമ്പോൾ ഹീറോ വന്നിട്ട് അതെന്റെ പട്ടിക്കുട്ടിയാണെന്ന് പറയാണ്. അവരുടെ വിഷമം കണ്ടപ്പോൾ ഹീറോ ഒരു പോസ്റ്റ് ലെറ്റർ എടുത്ത് അവർക്ക് കൊടുക്കുകയാണ്. ആ പട്ടിക്കുട്ടീനെ കുറിച്ച് നിങ്ങളുടെ വിഷമങ്ങൾ ഇതിനകത്ത് എഴുതുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഭാരം ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നുണ്ട് ഹീറോ. ഒരു പോസ്റ്റ് കാർഡ്, ആ പോസ്റ്റ് കാർഡ് മിക്കവാറും സ്വർഗത്തിലെത്തും എഴുതിയതിനു ശേഷം. ആ ലേഡി അത് അറിയത്തുമില്ല, കാരണം ലേഡി അറിയാൻ പാടില്ലല്ലോ സ്വർഗമുണ്ട് നരകമുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ മണ്ടുവിനെയും വിളിച്ചുകൊണ്ട് മുന്തിരി ഇരിക്കുന്ന സ്ഥലത്ത് വരുവാണ്. മുന്തിരി താഴെ ഇരുന്നിട്ട് ഒരു കുട്ടി നടന്നു വരുന്നുണ്ട്. ആ കുട്ടീനെ കെട്ടിപ്പിടിക്കാൻ നോക്കുകയാണ്. എന്നാൽ ആ കുട്ടി മുന്തിരിയുടെ ദേഹത്തൂടെ കയറി അപ്പുറത്തിറങ്ങുകയാണ്. അതായത് മുന്തിരിക്ക് ഭൂമിയിലുള്ള സാധനങ്ങളെയൊന്നും തൊടാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞൊരു പൂവിനെ തൊടാൻ നോക്കുന്നുണ്ട്, അതിനെയും തൊടാൻ പറ്റുന്നില്ല. ഹീറോയും മണ്ടു ഇത് കാണുന്നുണ്ട്. മുന്തിരി ഹീറോനോട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഭൂമിയിലെ സാധനങ്ങൾ തൊടാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ എന്റെ ഈ വാച്ച് ഉള്ളതുകൊണ്ടാണ് ഇത് തൊടാൻ പറ്റുന്നത്, എന്റെ ജോലി ഇവിടെയുള്ള സാധനങ്ങൾ എടുത്തോണ്ട് പോയില്ലേ പറ്റൂ, അതുകൊണ്ടാണ് എനിക്ക് ഈ വാച്ച് തന്നിരിക്കുന്നത്, ഈ വാച്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങൾ തൊടുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ മണ്ടുവിനെ കൊണ്ടുവന്നിരിക്കുന്നത്
വരുന്നത് മുന്തിരി എപ്പോഴും ഒരാളെ കാണത്തില്ലേ, അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, മണം പിടിച്ച് കണ്ടുപിടിക്കാനായിട്ട്. പിന്നീട് നമ്മുടെ ഹീറോയും മുന്തിരിയും കൂടെ ആ സിറ്റിയിൽ കൂടെ നടന്നു പോവാണ്. മണ്ടു എന്തോ അവിടെ കാണാനില്ല. ഇവര് നടന്നു പോകുമ്പോൾ മുന്തിരിക്ക് ഒരു സ്ഥലം കാണുമ്പോൾ പഴയ കാലമായിട്ട് തോന്നുകയാണ്. അതായത് മുന്തിരി ജീവിച്ചിരുന്നത് പഴയ കാലത്താണ്. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നിട്ട് അവിടെ പോയി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അവളുടെ മനസ്സിലോട്ട് അവൾ ആരുടെ കാല് പിടിക്കുന്നതായിട്ടാണ് ഓർമ്മ വരുന്നത്. അവൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും വാച്ചിൽ പോകാൻ സമയമായെന്ന് പറഞ്ഞ് അലാറം അടിക്കുന്നുണ്ട്, ട്രെയിൻ വരാൻ സമയമായെന്ന് പറഞ്ഞിട്ട്. നമുക്ക് നാളെ വന്ന് അന്വേഷിക്കാമെന്നും പറഞ്ഞ് ഹീറോ മുന്തിരി വിളിച്ചോണ്ട് പോവുകയാണ്. പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ, അതായത് രാത്രി ആകുമ്പോൾ, മറ്റേ ലേഡി ഇല്ലേ, അതായത് മിക്കിയുടെ അമ്മ മാസ്റ്റർ, അവര് ആ പോസ്റ്റ് കാർഡിൽ എഴുതുകയാണ് അവരുടെ വിഷമങ്ങളെല്ലാം. ആ പട്ടിക്കുട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് ജോലി തിരക്കായതുകൊണ്ടാണ് ആ പട്ടീനെ നോക്കാൻ പറ്റാത്തത് എന്നുള്ള കാര്യം. ഈ എഴുതിയ ലെറ്റർ സ്വർഗത്തിലിരുന്ന് പ്രസിഡന്റിന്റെ റൂമിൽ മിക്കി പട്ടിക്കുട്ടി വായിക്കുന്നുണ്ട്. ഈ കത്തിന് പകരം അടുത്ത കത്ത് എഴുതുകയാണ്. ഈ കത്തിന് മറുപടിയായിട്ട്, ഞാൻ എന്റെ മാസ്റ്ററിന്റെ കൂടെ ഇരുന്നപ്പോൾ ഉള്ള സമയമെല്ലാം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട, എനിക്ക് കുഴപ്പമില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ആ സ്ത്രീക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ സമയം കിട്ടില്ലേ ഈ പട്ടിക്കുട്ടീനെ നോക്കാനായിട്ട്. പക്ഷേ ഉള്ള സമയത്തെല്ലാം ആ പട്ടിക്കുട്ടിയായിട്ട് കളിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ 3 പട്ടിക്കുട്ടികളെ കാണിക്കുകയാണ്. അതിനകത്ത് ആ ഗുണ്ടുപട്ടി തലയിൽ മറ്റേ പട്ടിയിൽ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇട്ട് കൊടുക്കൂലേ, അതിട്ടോണ്ട് നടക്കുകയാണ്. കാരണം ഈ പട്ടിക്കുട്ടിക്ക് വിഷമം വന്നുകൊണ്ട് സ്വന്തം കാലിലും കയ്യിലും നക്കുകയാണ്. ആ നക്കൽ കുറയ്ക്കാനായിട്ടാണ് അത് ഇട്ടേക്കുന്നത്. എന്തിനാണ് വിഷമം? മണ്ടു ഭൂമിയിലോട്ട് പോവുകയാണ് അവിടെ ജനിക്കാനായിട്ട്, അതുകൊണ്ടാണ് വിഷമം വരുന്നത്. അങ്ങനെ മണ്ടുവിനെ വിളിച്ചിരുത്തി ദേശീയകാരൻ പട്ടിക്കുട്ടി എങ്ങനെയൊക്കെ ഭൂമിയിൽ പോയി പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലും ടേബിളിനകത്തൊന്നും പോയി കടിക്കാൻ പാടില്ല. കാലിനകത്തൊക്കെ പോയി കടിക്കത്തില്ലേ പട്ടികള്, അവർക്ക് ഈ പല്ലിൽ വേദന വരുമ്പോഴോ, വേദനയല്ല ഒരു തരിപ്പാണ്, അത് വരുമ്പോൾ അവർ പോയി കടിക്കും. അങ്ങനെ കടിക്കല് വീട്ടിൽ നിന്ന് പുറത്താക്കും. അതുപോലെ ഡെലിവറി മാനെ നോക്കി കുരയ്ക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിനകത്തിരുന്ന് ഊളയിടല്, അത് കുരയ്ക്കൂലേ, മറ്റേ ഊളന്മാർ ഊളയിടുന്ന പോലെ, അതുപോലെ ഇട്ടാല് നിന്നെ കൊണ്ടുപോയി ചെത്തിക്കളയുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അവൻ പോവുകയല്ലേ, അതുകൊണ്ട് നല്ല വിഷമമുണ്ട് അവർക്ക് രണ്ടുപേർക്കും. അവൻ പോയി കഴിഞ്ഞാൽ, അവൻ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മ കാണത്തില്ല. എന്നാലും ദേശീയകാരൻ പട്ടിക്കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ് അവൻ പോകുന്ന വിഷമത്തിൽ. പിന്നീട് രാത്രിയാവുമ്പോൾ ഹീറോയിൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അമ്മായിയമ്മ അവിടെ വന്നിട്ടുണ്ട്. അമ്മായിയമ്മ വീട്ടിൽ വന്ന് കനം കൂടിയ ബ്ലാങ്കറ്റ് മാറ്റി കനം കുറഞ്ഞ ബ്ലാങ്കറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഹീറോയിൻ ഈ വയസ്സായ ശരീരം വെച്ച് ആ ബ്ലാങ്കറ്റ് ഒക്കെ പൊക്കണ്ടേ, അതുകൊണ്ടാണ് കനം കുറഞ്ഞ ബ്ലാങ്കറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കനം കൂടിയ പ്ലേറ്റ് എല്ലാം മാറ്റി വെയിറ്റ് കുറഞ്ഞ പ്ലേറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് അമ്മായിയമ്മ ഭൂമിയിൽ ചെയ്ത തെറ്റിന് ഇവിടെ അതിന് ക്ഷമയായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിനോട് ക്ഷമ ചോദിക്കുന്നില്ല, ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. എന്നാലും ഉള്ളിലൊരു സ്നേഹമുണ്ട്. അമ്മായിയമ്മ കഴിക്കാൻ കുറെ സാധനങ്ങൾ റെഡിയാക്കി വെച്ച് ഇവരെ കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. ഹീറോ ഡ്രസ്സ് മാറി വരുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഈ ഡ്രസ്സ് ഒന്നും ഇട്ട് ഇറങ്ങല്, നിന്റെ അമ്മ അതും ഇതും പറയുക പോയി നല്ല ഡ്രസ്സ് ഇട്ടോണ്ട് വരാൻ പറയും. അങ്ങനെ ഹീറോ ഇട്ടോണ്ട് വരുന്നതാണെങ്കിൽ കോട്ടും സൂട്ടുമാണ്. കോട്ടും സൂട്ടും ഇട്ട് അമ്മയുടെയും ഹീറോയിന്റെയും കൂടി ഇരിക്കുകയാണ്. ഇത് കാണുന്ന അമ്മയ്ക്ക് മനസ്സിലാവും ഹീറോയിൻ മിരട്ടിയിട്ടാണ് അവൻ ഈ ഡ്രസ്സ് ഇട്ടോണ്ട് വന്നിരിക്കുന്നതെന്ന്. എന്റെ മോന്റെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് അമ്മ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അമ്മയ്ക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോവാണ്. അമ്മയ്ക്ക് മനസ്സിലായി ഹീറോയിന് അമ്മ വീട്ടിൽ വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം. പിന്നെ ഹീറോ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടല്, ഇപ്പോഴത്തെ കാലത്ത് അമ്മയും മരുമോളും ഒരുമിച്ചാണ് ബ്യൂട്ടി പാർലറിൽ പോകുന്നത്, നിങ്ങൾക്കും അങ്ങനെ ആയിക്കൂടെ, നിങ്ങൾ എന്തിനാ വഴക്ക് കൂടുന്നത്? എന്നാൽ അമ്മായിയമ്മ എന്നാ പിന്നെ നമുക്കൊരു സ്ഥലം വരെ നാളെ ഒരുമിച്ച് പോവാന്ന് ഹീറോയിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നാളെ നീ വീട്ടിൽ നിന്ന് പോവല്ലേ, ഞാൻ എന്തായാലും കൃത്യസമയത്ത് ഇവിടെ വരാം എന്ന് പറഞ്ഞിട്ടാണ് അമ്മായിയമ്മ ഫുഡ് കഴിക്കാതെ പോകുന്നത്. പിറ്റേന്ന് രാവിലെ നമ്മുടെ മണ്ടുവിന് ഭൂമിയിലോട്ട് പോകാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ നമ്മുടെ ബാക്കി 2 പട്ടിക്കുട്ടികൾ, അതായത് ദേശീയക്കാരൻ പട്ടിക്കുട്ടി ഗുണ്ടു പട്ടിക്കുട്ടിയും കൂടെ ചേർന്ന് അവൻ ഏത് സ്ഥലത്താണ് പോകുന്നത്, ഏത് ബ്രീഡാണ് എടുത്തതെന്നൊക്കെ ആ ഫോമിൽ നോക്കുന്നുണ്ട്. അവൻ പൂരിപ്പിച്ചു കൊടുത്ത ഫോമിൽ. അതിനകത്ത് നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവൻ വീണ്ടും തെരുവ് നായായിട്ട് ജനിക്കാനാണ് പോകുന്നത്. ഇത് കണ്ടതോടെ ദേശീയ നായിക്ക് ദേഷ്യം വരികയാണ്. നീ എന്തിനാണ് വീണ്ടും തെരുവ് നായായിട്ട് ജനിക്കാൻ പോകുന്നത്, നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, നീ പോണ്ടാന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ സന്തോഷത്തോടെ എനിക്ക് ഈ ജീവിതമാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ അകത്തോട്ട് കയറി പോകുന്നത്. കാരണം തെരുവ് നായയുടെ അത്രയും ഫ്രീഡം വേറൊരു നായികയും ഇല്ല. ഇപ്പൊ അവൻ ഡോബർമാനായിട്ട് ജനിക്കുവാണെങ്കിൽ തന്നെ വീട്ടിലൊരു അടിമയെ പോലെ സെക്യൂരിറ്റിയെ പോലെ ജീവിക്കേണ്ടി വരും. എന്നാൽ തെരുവ് നായിക അങ്ങനെയൊന്നുമില്ല. ആ ഒരു ഇതിലാണ് അവൻ തെരുവ് നായായിട്ട് ജനിക്കാൻ തീരുമാനിച്ചത്. അവൻ ആ ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത്. അവൻ വേറെ കുറെ നായ്ക്കളുടെ ജീവിതം കണ്ടായിരുന്നു. മാസ്റ്ററുള്ള നായ്ക്കളും വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ മാസ്റ്റർ അവരോട് കളിക്കാൻ വരുന്നില്ല, കുറെ മാസ്റ്റർമാർ അവരെ ഉപദ്രവിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ അറിഞ്ഞിട്ടാണ് അവൻ തെരുവ് നായായിട്ട് ജനിക്കാന്ന് തീരുമാനിച്ചത്. പിന്നീട് അവൻ ഭൂമിയിൽ വരികയാണ്. ഒരു കുട്ടി ക്യൂട്ടായിട്ടുള്ള തെരുവ് നായായിട്ട് മാറുകയാണ്. ആ തെരുവ് നായനെ വേറൊരു പിച്ചക്കാരനായിട്ടുള്ള ഒരു മാസ്റ്റർ എടുത്ത് വളർത്തുന്നുണ്ട്. അയാളുടെ പോക്കറ്റിലാണ് ആ പട്ടിക്കുട്ടി ഇരിക്കുന്നത്. ഒരു കടയുടെ ഫ്രണ്ടിൽ വന്ന് ആ പട്ടിക്കുട്ടിക്ക് TV കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫുഡ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നല്ലൊരു ജീവിതം ആ പട്ടിക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ് സ്വർഗത്തിൽ. അമ്മായിയമ്മ ഇന്ന് ഹീറോയിന്റെ കൂടെ ഷോപ്പിങ്ങിനോ വേറെ എവിടെ
പോവാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പള്ളിയിൽ വന്നേക്കാണ്. എന്നിട്ട് പള്ളിയിൽ അച്ഛനോട് ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് കറി വെച്ചാലോ, കറിയില്ലെങ്കിൽ കഴിക്കുന്ന എന്തെങ്കിലും ആക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. അതിന് പള്ളിയിൽ അച്ഛന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു പാടത്ത് പോയി മധുരക്കിഴങ്ങ് പറിച്ചുകൊണ്ട് വന്ന് അതിനെ ഭക്ഷണമാക്കാണ്. ഇനി ഇതിന്റെ കൂടെ കഴിക്കാൻ അച്ചാർ ഉണ്ടാക്കണം, കിംചി. അപ്പൊ അതുണ്ടാക്കിയാലോ എന്ന് പള്ളിയിലച്ഛനോട് ചോദിക്കുമ്പോൾ പള്ളിയിലച്ഛൻ അതിന് ഒരുപാട് സമയം എടുക്കത്തില്ല എന്ന് തിരിച്ചു വയ്ക്കും. അതൊന്നും സാരമില്ല, എനിക്കിന്ന് ഒരുപാട് സമയമുണ്ടെന്ന് പറയും. ഈ നേരം നമ്മുടെ അമ്മായിയമ്മ അവിടെ വെയിറ്റിംഗിലാണ് ഹീറോയിനെ കാത്തിട്ട്. അമ്മായി അമ്മയുടെ കൂടെ പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അമ്മായി അമ്മയുടെ കൂടെ പോവാതിരിക്കാനായിട്ട് പള്ളിയിലച്ഛന് വന്ന് നല്ല രീതിയിൽ സമയമെടുത്ത് ഫുഡ് ഉണ്ടാക്കുന്നത്. അതും കഴിഞ്ഞിട്ട് വേറൊരു സാധനം കുടിക്കാനായിട്ട് ഉണ്ടാക്കുന്നു. അരി വെച്ച്, അതായത് ചോറ് വെച്ച് എന്തോ ഒരു സംഭവമാണ്. അതങ്ങനെ വെച്ചിരുന്ന ആൽക്കഹോളായിട്ട് കൺവേർട്ട് ആവും. അങ്ങനെ ഒരു സംഭവമാണ്. ഇനി വല്ല കഞ്ഞിവെള്ളമാണോ എന്തോ എനിക്കറിയില്ല, അതുപോലെ എന്തോ സംഭവമാണ്. അതെല്ലാം ഉണ്ടാക്കി ഒരുപാട് വൈകി അവർ രണ്ടുപേരും അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. പിന്നീട് ഹീറോയിൻ വീട്ടിൽ പോകാൻ നേരത്ത് അച്ഛൻ ടാറ്റ പറയുന്നുണ്ട്. അച്ഛന് നല്ല വിഷമായി കേട്ടോ. അച്ഛന് ഇതുവരെ നല്ല സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. 5 വയസ്സിൽ മരിച്ചു പോയതാണ്. ഒരമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. എന്നാൽ ഹീറോയിൻ വന്നതോടെയാണ് അച്ഛന് ഒരമ്മയുടെ സ്നേഹം കിട്ടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പോകുമ്പോൾ അച്ഛന് വിഷമാവുന്നുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുകയാണ് അച്ഛൻ ഹീറോയിൻ പോകുന്നത് നോക്കിയിട്ട്. സാധാരണ ഈ പള്ളിയിൽ ആരും വരാറില്ല പ്രാർത്ഥിക്കാൻ പോലും. എല്ലാവരും സ്വർഗത്തിൽ തിരക്കിലായിരിക്കും. സ്വർഗത്തിൽ എന്തിനാ പിന്നെ പ്രാർത്ഥിക്കുന്നത്? സ്വർഗത്തിൽ വന്നില്ലേ, അതുകൊണ്ടായിരിക്കണം. പക്ഷേ പള്ളിയിൽ കുറെ വർഷങ്ങൾക്ക് ശേഷമെന്ന് തോന്നുന്നു ഹീറോയിനാണ് ആദ്യമായിട്ട് വരുന്നത്. ഹീറോയിൻ വന്നതിന് ശേഷമാണ് അച്ഛൻ സന്തോഷം എന്താന്ന് തിരിച്ചറിയുന്നത്. അതുപോലെ നമ്മുടെ അച്ഛനെ അമ്മ കൊണ്ട് പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ട് കളഞ്ഞില്ലേ, അങ്ങനെ ഓരോ രാത്രിയും പകലും അച്ഛൻ അങ്ങനെ കാത്തിരിക്കും അമ്മ വരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഭൂമിയിൽ കുറച്ചു നാളെ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. 5 വയസ്സുള്ള ഒരു മോനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി മരിച്ചുപോയി സ്വർഗത്തിൽ വന്ന് ഒരു വലിയ പ്രായം തിരഞ്ഞെടുത്ത്. അതുകൊണ്ടാണ് ഈ 5 വയസ്സുള്ള പയ്യൻ വലിയൊരു മനുഷ്യനായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഏകദേശം കുട്ടികളുടെ സ്വഭാവമാണ്. ഇതിനുശേഷം അമ്മായിയമ്മയെ കാണിക്കുകയാണ്. അമ്മായിയമ്മ രാത്രിയായിട്ടും വീട്ടിൽ പോവാതെ ഹീറോയിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഇപ്പം വരുമെന്നുള്ള ഒരു രീതിയിൽ. എന്നാൽ ഹീറോയിൻ വരത്തില്ലെന്ന് നമുക്കറിയാം. ആ നേരമാണ് അങ്ങോട്ട് മുടിയത്തി കയറി വരുന്നത്. മുടിയത്തി വന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താണ്, അമ്മായിയമ്മ ഹീറോയിനെ കാത്തിരിക്കുന്നതായിട്ട്. ഹീറോയിനെ ഫോൺ വിളിക്കട്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മായിയമ്മ വേണ്ടാന്ന് പറയാണ്. അങ്ങനെ അമ്മായിയമ്മയ്ക്ക് ഒരു കമ്പനി കൊടുക്കാനായിട്ട് മുടിയത്തി ആ ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പം അമ്മായിയമ്മ ഒരുപാട് വിഷമങ്ങൾ പറയാണ്. പണ്ട് ഹീറോയിനെ അമ്മായിയമ്മ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതായത് അറിയാലോ അമ്മായിയമ്മ മരുമോൾ ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, അത് ഹാർഡായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാലും ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അമ്മായിയമ്മയ്ക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. കാരണം എന്താണ്, ഈ അമ്മായിയമ്മയുടെ അമ്മായിയമ്മ ആ അമ്മായിയമ്മയോട് മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പൊ ഈ സ്ത്രീ എന്താ വിചാരിക്കുക, അവരുടെ മരുമോളെടുത്ത് ആ രീതിയിലല്ലേ പെരുമാറാന്ന് വിചാരിക്കുന്നത്. അതാണ് ഇവിടെ വരുന്ന പ്രശ്നം. ഇപ്പോഴാണ് ഈ സ്ത്രീക്ക് അതിനെപ്പറ്റി ഒരു ബോധോദയം വന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, പണ്ടത്തെ കാലമാണ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, അമ്മായിയമ്മ വേറെ കുറെ പ്ലേറ്റും ബ്ലാങ്കറ്റും കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? ഹീറോയിൻ സ്വർഗത്തിൽ പ്രായമായിട്ടാണ് ഉള്ളത്. അവളെ കൂടുതൽ പണി ഇടിപ്പിക്കേണ്ട, ശരീരം അനക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് കുറഞ്ഞ പ്ലേറ്റും വെയിറ്റ് കുറഞ്ഞ ബ്ലാങ്കറ്റും കൊണ്ടുവന്ന് ഹീറോയിന് കൊടുത്തത്. ഒരു ബ്ലാങ്കറ്റ് വെള്ളത്തിയിട്ട് കഴിവുന്നതിന് എന്തുമാത്രം പാടാന്നറിയാമോ? ആ വെയിറ്റ് നമ്മൾ പോലും എടുത്താൽ പൊങ്ങത്തില്ല. അപ്പൊ എങ്ങനെയാണ് വയസ്സായിട്ടുള്ള ഒരാൾ എടുത്താൽ പൊങ്ങുന്നത്? മറ്റേ പ്ലേറ്റിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. നല്ല വെയിറ്റ് ഉള്ള പ്ലേറ്റ് മാറ്റിയിട്ടാണ് തിന്നായിട്ടുള്ള പ്ലേറ്റ് ആക്കിയിരിക്കുന്നത്. പിന്നെ എന്റെ ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് ഞാൻ ബാക്കി റെക്കോർഡ് ചെയ്യാൻ വെച്ചിരുന്നത് റെക്കോർഡ് ചെയ്യുകയാണ്. പനി പിടിച്ചതിന് ശേഷമാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ചെറിയൊരു പ്രശ്നം കാണും, എന്നാലും ഒന്ന് ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അടുത്ത സീരീസിലോ സെറ്റ് ചെയ്യാം. ഞാൻ ഇതെല്ലാം കണ്ടിട്ട് ഫുൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ഈ നേരം നമ്മുടെ ഹീറോയും മുന്തിരിയും വീട്ടിലോട്ട് നടന്നു വരുന്നുണ്ട്. മുന്തിരിക്ക് മനസ്സിൽ ആകെ എന്താ പറയാ, എന്തോ ഒരു പേടി പോലെ. ഇനി അവളൊരു മോശപ്പെട്ട സ്ത്രീ ആയിരുന്നെങ്കിലോ, ഇനിയുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞാല്. പക്ഷേ മുന്തിരിക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ മുന്തിരിക്ക് നല്ല പേടിയുണ്ട്. അവൾ നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ പേടി ഹീറോന്റെ അടുത്ത് പറയാണ്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ ഈ സത്യത്തിന്റെ പിറകെ പോകണോ, നമുക്ക് ഇവിടെ വെച്ച് നിർത്തിക്കൂടെ എന്ന്. എന്നാല് മുന്തിരി പറയാണ് അതിന്റെ പിറകെ തന്നെ പോകണമെന്ന്. അവര് വീട്ടിലോട്ട് നടന്നു വരുമ്പോ തന്നെ ഹീറോന്റെ അമ്മ വീട്ടിലോട്ട് പോവാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. മുന്തിരി അമ്മയെ കണ്ടതോടെ വീട്ടിൽ കയറി പോവാണ്. ഹീറോ അമ്മയുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഹീറോയിൻ വരാത്തോണ്ട് അമ്മയ്ക്ക് ദേഷ്യമൊന്നുമില്ല, എന്നാലും ഒരു വിഷമമുണ്ട്. ഇത്രയും നേരം കാത്തിരുന്നില്ലേ, വരാത്തതിന് കാരണം എന്താണ്, അമ്മായിയമ്മ തന്നെയാണ്. അമ്മായിയമ്മ പണ്ട് പെരുമാറിയതിന്റെ ട്രോമ ഇപ്പോഴും ഹീറോയിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഹീറോയിൻ വരാഞ്ഞത്. ഇഷ്ടമല്ല അമ്മായിയമ്മയുടെ കൂടെ പോകുന്നത്. ഇത് മനസ്സിലാക്കിയ അമ്മായിയമ്മ, ഇനി നീ എന്നെ കാണാൻ എന്റെ വീട്ടിലോട്ടും വരാൻ പാടില്ല, അതുപോലെ ഞാൻ നിന്നെ കാണാനോ നിന്റെ ഭാര്യയെ കാണാനോ ഇങ്ങോട്ട് വരത്തില്ല. അത് ഹീറോയിന് ഇഷ്ടമല്ല. എനിക്ക് വേണ്ടത് നിങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തിൽ കഴിയണം. അതുപോലെ തന്നെ ഹീറോയിനെ നീ നന്നായിട്ട് നോക്കണം. അവളെ വിഷമപ്പെടുത്താൻ പാടില്ല. നിനക്ക് ആരും ഇല്ലാത്ത സമയത്ത് നീ വയ്യാണ്ട് കിടന്നപ്പോഴും അവളാണ് നിന്നെ നോക്കിയിട്ടുള്ളത്. അവളെ നീ വിഷമിപ്പിക്കാനും പാടില്ല. അവളെ നന്നായിട്ട് നോക്കുകയും ചെയ്യണം. ഇപ്പൊ നീ യൗവനത്തിൽ നിൽക്കുകയാണ്, അവള് പ്രായത്തിലും. എന്നാലും അവള് ചെയ്ത പഴയ കാര്യങ്ങളൊന്നും നീ മറക്കല്ല്. അവള് നല്ലൊരു സ്ത്രീയാണ്. ഇതും പറഞ്ഞ് അമ്മ വിഷമപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. അമ്മയ്ക്കുള്ളിൽ വിഷമം ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരടുത്ത് ദേഷ്യമായിട്ടാണ് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുക. ഹീറോ ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്.
നിൽക്കുകയാണ്. അമ്മായിയമ്മ പോയതിനു ശേഷമാണ് ഹീറോയിൻ വരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹീറോ അങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഹീറോയിനെ കണ്ടതോടെ ഹീറോ പിണങ്ങി ബെഡ്റൂമിലോട്ട് പോവാണ്. ഹീറോയിൻ കാര്യം മനസ്സിലാവാതെ അവിടെ ചെല്ലുകയാണ്. ഹീറോയിന് ഏകദേശം കാര്യം മനസ്സിലായി, അമ്മായിയമ്മയുടെ കൂടെ പോവാത്തതില്ലേ അതാന്ന് ഹീറോയിന് മനസ്സിലായി. ഹീറോയിൻ റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ ഹീറോ, നിനക്ക് എന്റെ അമ്മയായിട്ടുള്ള ബന്ധം ഞാൻ കട്ട് ചെയ്യണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ അതിനാണോ ആഗ്രഹിക്കുന്നത്? എന്നാൽ ഹീറോയിൻ, അല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, പക്ഷെ എനിക്ക് നിന്റെ അമ്മേനെ ഇഷ്ടമല്ല, അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ആകെ വിഷമമാണ് കേട്ടോ. ഈ ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് നിൽക്കുമെന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ ആരോടെ നിൽക്കും? ഭാര്യയുടെ കൂടെ നിൽക്കുവോ, അമ്മയുടെ കൂടെ നിൽക്കുവോ? നിങ്ങൾ തന്നെ പറ. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാലും അവൻ ആ വിഷമത്തിൽ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അമ്മ ഇത്രയും നേരം കാത്തു നിന്നിട്ട് ഹീറോയിൻ വന്നില്ലല്ലോ, മനഃപൂർവ്വം വരാത്തതില്ലേ, ആ ഒരു വിഷമത്തിൽ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഹീറോയിനോട് ദേഷ്യപ്പെടുന്നൊന്നുമില്ല, എന്നാലും വിഷമമുണ്ട് അവന്. പിറ്റേന്ന് രാവിലെ പ്രസിഡന്റ് ക്ലാസ്സിനായിട്ട് റെഡി ആവുകയാണ്, സ്റ്റുഡൻസ് വരാനായിട്ട്. പക്ഷേ ക്ലാസ്സിലോട്ട് മുടിയെത്തി മാത്രമേ കയറി വരുന്നുള്ളൂ. പ്രസിഡന്റിന്റെ കൂടെ പോയിരുന്ന് പഠിക്കുകയാണ്. പ്രസിഡന്റിന്റെ അടുത്തിരുന്നാണ് കേട്ടോ പഠിക്കുന്നത്. എന്നാൽ പ്രസിഡന്റ് അത്ര അൺകംഫോർട്ടബിൾ ആണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് മാറിയിരിക്കാൻ പറയാണ്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേടിച്ച് ദൂരോട്ട് മാറിയിരിക്കുമ്പോൾ അവൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ് വിവാഹ ജീവിതത്തിൽ കപ്പിൾസ് തമ്മിൽ അടി ഉണ്ടാവുന്നതെന്ന്. അതിന് പ്രസിഡന്റ് പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് അവർ ഭൂമിയിൽ ഒരുമിച്ചാണ് ജീവിച്ചിട്ടുള്ളത്, അപ്പൊ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനാണ് മനുഷ്യൻ എപ്പോഴും ഇഷ്ടം. അപ്പൊ ഈ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം സ്വർഗത്തിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവര് തമ്മിൽ വഴക്കാവും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും തമ്മിൽ പ്രശ്നമില്ലാത്തതിന്റെ കാരണം എന്താണെന്നും പ്രസിഡന്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ പ്രശ്നമില്ലാത്തതിന്റെ കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം എന്താണ്, ഭൂമിയിൽ അവർക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അവരാകെ നന്നായിട്ട് ജീവിച്ചിട്ടുള്ളത് 10 വർഷം മാത്രമാണ്. എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഹീറോ തളർന്നു പോയി. ആ കാര്യമാണ് പ്രസിഡന്റ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേട്ട മുടിയെത്തി, എന്നാ പിന്നെ നമുക്കങ്ങ് കല്യാണം കഴിച്ചാലോ, അടിപൊളിയാക്കിയാലോ എന്നും പറഞ്ഞ് പ്രസിഡന്റിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നാൽ പ്രസിഡന്റ് പേടിച്ചിട്ട് എവളോ അങ്ങ് പോസ് ചെയ്യാണ്. പ്രസിഡന്റിന് സ്വർഗത്തിൽ കൺട്രോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവൾ അവിടെ അങ്ങ് നിലപ്പിക്കുകയാണ്, എന്തോ ഒരു സ്വിച്ച് ഞെക്കുമ്പോഴേ. എന്നിട്ട് പ്രസിഡന്റ് അവിടെ നിന്ന് ഓടി പോവാണ്. മുടിയെത്തിക്ക് അവിടെ നനങ്ങാൻ പറ്റുന്നില്ല, എന്നാൽ ചെറിയ രീതിയിൽ അനങ്ങാൻ പറ്റുന്നുണ്ട്. ഈ നേരം നമ്മുടെ ഹീറോയ്ക്ക് ജോലിക്ക് പോകാൻ റെഡിയാവാണ്. കൂടെ മുന്തിരിയുണ്ട്. ഹീറോയിന്റെ അടുത്ത് മിണ്ടുന്നില്ല, കാരണം അമ്മയെ അപമാനിച്ചതല്ലേ. എന്നാൽ ദേഷ്യമൊന്നുമില്ല, വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. മുന്തിരി ഹീറോയിന്റെ അടുത്ത് ടാറ്റ പറയുന്നുണ്ട്, അതായത് നന്ദി പറയത്തില്ലേ, കുമ്പിടിട്ട് അവരിറങ്ങി പോവാണ്. ഹീറോയും മുന്തിരി നേരെ ഭൂമിയിൽ വരികയാണ്. അവർ ആ ഭൂമിയിൽ കൂടെ മുന്തിരിയുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടുമെന്ന് നോക്കി നടക്കുമ്പോൾ ആ പ്രിന്റ് ടീഷർട്ട് ഇട്ട ആളതുവഴി നടന്നു പോകുന്നുണ്ട്. അയാള് അത്യാവശ്യം വയസ്സായിട്ടുള്ള ഒരാളാണ്. അന്ന് നമ്മൾ കണ്ടപ്പോൾ ചെറുപ്പമായിരുന്നേലും ഇന്ന് വയസ്സായിട്ടുണ്ട്. മുന്തിരിക്ക് അപ്പൊ അങ്ങനെ തോന്നിയതായിരിക്കാം. മുന്തിരി പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്, അതുകൊണ്ടാണ് അന്ന് അങ്ങനെ തോന്നിയത്. അയാളെ കണ്ടതോടെ മുന്തിരിയുടെ രൂപഭാവമൊക്കെ അങ്ങ് മാറുകയാണ്. അവൾക്ക് നല്ല ദേഷ്യം വരികയാണ്. അയാളെ ചെന്ന് കഴുത്തിന് കുത്തി അങ്ങ് പിടിക്കുകയാണ്. ഈ നേരം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. പഴയ കാലത്ത് മുന്തിരി ഇയാളെ ചെന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇയാളെ തിരിച്ചടിച്ചിട്ട് മുന്തിരിയുടെ മുഖത്ത് തുപ്പും. എന്താ പ്രശ്നം എന്ന് നമുക്കറിയത്തില്ല, എന്നാലും അയാളും മുഖത്ത് തുപ്പും. മോശപ്പെട്ട കാര്യമാണ്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ മുന്തിരിക്ക് ദേഷ്യം വന്നിട്ട് അയാളെ തറയിൽ തള്ളിയിട്ട് കഴുത്തിന് കുത്തി അങ്ങ് പിടിക്കും. പണ്ടും അവൾ കഴുത്തിന് കുത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും കഴുത്തിന് കുത്തി പിടിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിൽ മുന്തിരിയെ കാണാൻ പറ്റുന്നില്ല, എന്നാൽ ഹീറോനെയും അയാളെയും കാണാൻ പറ്റുന്നുണ്ട്. ഹീറോനെ കാണാൻ പറ്റുന്നതിന്റെ കാരണം എന്താണ്, അവന്റെ ആ വാച്ചുണ്ട്, ഭൂമിയിലുള്ള ഒരു സാധനത്തിൽ തൊടാൻ പറ്റും. എന്നാലും മുന്തിരിക്ക് ഭൂമിയിലുള്ള ഒരു സാധനത്തിൽ തൊടാൻ പറ്റത്തില്ല. അവളൊരു ആത്മാവാണ്, പക്ഷേ അവൾക്ക് ഇയാളെ തൊടാൻ പറ്റുന്നുണ്ട്. എന്താ സംഭവം എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇതും കാണിച്ചുകൊണ്ടാണ് 7ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു പുതിയ ഫീച്ചർ ഉണ്ട്, ഹൈപ്പ് ഉണ്ട്, അതുകൂടെ ചെയ്തേക്കുക. എന്നാ പിന്നെ ഓക്കെ, ബൈ.